കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ റവന്യൂ ടവറിന്റെ കവാടത്തോട് ചേർന്ന് കുഴൽക്കിണർ താഴ്ത്തുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം. പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കി പകൽ സമയത്ത് കുഴൽക്കിണർ നിർമ്മാണം നടത്തുന്നതിനെ റവന്യൂ ടവറിലെ വാടകക്കാർ ചോദ്യം ചെയ്യുകയായിരുന്നു. ഇതേ തുടർന്ന് നിർമ്മാണം താൽക്കാലികമായി നിർത്തി. പ്രശ്നം പരിഹരിച്ചു. റവന്യൂ ടവറിലേക്കുള്ള വഴി ഇല്ലാതാക്കാൻ നീക്കമാണ് നടക്കുന്നതെന്ന പരാതിയും വാടകക്കാരുടെ സംഘടന ആരോപിക്കുന്നുണ്ട്. കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് റവന്യൂ ടവർ ഭാഗത്തേക്കുള്ള സ്റ്റെപ്പിനോട് ചേർന്നാണ് മുനിസിപ്പാലിറ്റിയുടെ പദ്ധതി പ്രകാരം കുഴൽക്കിണർ നിർമ്മാണം നടക്കുന്നത്. ചൊവ്വാഴ്ച പകൽ സമയത്താണ് നിർമ്മാണം ആരംഭിച്ചത്. ഇതുമൂലം റവന്യൂ ടവർ ഭാഗത്തേക്ക് വരികയും പോവുകയും ചെയ്യുന്നവർക്കും മറ്റ് പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന പരാതിയുമായി റവന്യൂ ടവർ ടെനൻസ് അസോസിയേഷൻ രംഗത്ത് വരികയും നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജുവും വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കിയും പോലീസും സ്ഥലത്തെത്തിയതോടെ വിഷയം വാക്കേറ്റത്തിലെത്തുകയായിരുന്നു. മുനിസിപ്പാലിറ്റി സർക്കാർ നടത്തുന്ന സ്ഥാപനത്തിന് കുറച്ച് നേരത്തേക്ക് ഒരു ബ്ലോക്ക് പിന്നീട് കുഴൽക്കിണർ നിർമ്മാണം ജനത്തിരക്ക് കുറയുന്ന സമയത്ത് നടത്താമെന്ന ധാരണയിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. റവന്യൂ ടവറിലേക്കുള്ള വഴി ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുന്ന നടപടിയാണ് മുനിസിപ്പാലിറ്റിയുടേതെന്ന ആശങ്കയും ടെനൻസ് അസോസിയേഷനുണ്ട്. കംഫർട്ട് സ്റ്റേഷൻ നിർമ്മാണത്തിനായി വഴിയുടെ പകുതി നേരത്തെ ഇല്ലാതാക്കിയിരുന്നു. ഓരോ നിർമ്മാണങ്ങൾ നടക്കുമ്പോഴും വഴിയുടെ വീതി കുറയുകയാണ്. വഴി ഇല്ലാതാകുന്ന സാഹചര്യം റവന്യൂ ടവറിലെ 150ഓളം സ്ഥാപനങ്ങളെ പ്രതിസന്ധിയിലാക്കുമെന്നാണ് അസോസിയേഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. റവന്യൂ ടവർ 2000 നിർമ്മാണം തുടങ്ങി. അന്ന് മുതൽ പ്രവർത്തനം ആരംഭിച്ച് നാളിതുവരെ ഈ ബഹുജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പൊതുവഴി തന്നെയാണിത്. ആ പൊതുവഴിയിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ നഗരസഭാ സെക്രട്ടറി വഴിയടച്ചുകൊണ്ടുള്ള വാഹന പാർക്കിംഗ്, മാലിന്യ നിർമ്മാർജ്ജനം, മാലിന്യ നിക്ഷേപം ഇതെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് ബോർഡ് വരും വെച്ചാണ്. ആ അത്തരത്തിലൊരു ബോർഡ് ഇരിക്കുമ്പോഴാണ് ഈ നഗരസഭാ ഭരണാധികാരികൾ പറഞ്ഞാണ് ഇത്തരത്തിലൊരു വഴിയില്ല എന്നുള്ളത്. അത് വളരെ പ്രതിഷേധാർഹമാണെന്ന് കൂടി ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. GTV ന്യൂസ്, കോതമംഗലം.